ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത എക്സാം ഫിസിക്സ് ആണല്ലോ. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയൊക്കെയാണ് തയ്യാറെടുക്കുന്നത്, അതേപോലെ ഉപകാരപ്പെടുന്ന ചില ടിപ്സ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് 18-ാം തീയതിയാണ്, ബുധനാഴ്ച രാവിലെ. അപ്പോൾ എത്രയും വേഗം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് തിങ്കളാഴ്ചയാണ്, അതായത് 23-ാം തീയതി. അപ്പോൾ ഏകദേശം ഇന്നും കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 5 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ മറ്റ് എക്സാമുകളിനെ അപേക്ഷിച്ച് അത്യാവശ്യം ഒരു പ്രിപ്പറേഷനുള്ള ടൈം ഫിസിക്സിനുണ്ട്. പക്ഷേ ഫിസിക്സ് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച, അതായത് ഇപ്പോൾ ഫിസിക്സ് 23-ാം തീയതി കഴിയും. അപ്പോൾ 24, 25, 26 3 ദിവസമാണ് നമുക്ക് മാത്സിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ മാത്സും ഈ ഒരു ഗ്യാപ്പിൽ പ്രിപ്പയർ ചെയ്യണ്ടോ എന്ന് ഒരു ഡൗട്ട് വരും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാനതിനൊന്നും നിൽക്കണില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്സ് ഓക്കെയാണ്, അല്ലെങ്കിൽ മാത്സിന് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാൻ ടൈം ആവശ്യമുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ നമുക്ക് മാത്സിന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനും എൻ്റെ കേസിലാണെങ്കിൽ ഫിസിക്സ് ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഏകദേശം ഒന്ന് ഓക്കെ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ മാത്സ് പഠിക്കുമായിരിക്കും. പക്ഷെ അത് പ്രോബബ്ലി ഉണ്ടാവുമായിരിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 14 ചാപ്റ്ററാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. അത്യാവശ്യം വാസ്റ്റായിട്ടുള്ള സിലബസ് തന്നെയാണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും അത് ടഫാക്കാനുള്ള ഒരു സ്കോപ്പ് ഫിസിക്സിലുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനൊരു ടഫ്നെസ് ലെവൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വർഷം നമുക്കത് പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കുക. പക്ഷേ അഥവാ ടഫ് ലെവലിട്ട് വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എക്സാമുകൾ സ്റ്റക്കായിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ ടഫ്നെസ് ലെവൽ കൂടി പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ NCERT എന്ന് പറയുന്നത്. കണ്ടോ, അത്യാവശ്യം കട്ടിയുള്ളൊരു ബുക്ക് തന്നെയാണ്. ഇങ്ങനത്തെ 2 പാർട്സ് ഉണ്ട്. പക്ഷേ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഫിസിക്സിന് NCERT വായിച്ചിട്ടില്ല. ഈ +1 തുടക്കത്തിലിട്ട് ഏതോ ഒരു ചാപ്റ്റർ വായിച്ചാണ്. അപ്പോൾ മനസ്സിലായി ഏകദേശം അതിൻ്റെ ആ ഒരു ലാംഗ്വേജും അതേപോലെ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ അത്യാവശ്യം നല്ല വാസ്റ്റായിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് അല്ല ഫിസിക്സിൻ്റെ. പക്ഷേ എന്താണ്, അത് വായിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ NCERT ഒന്നും ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. ഇതെൻ്റെ ഉമ്മൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ മോന് +2 കഴിഞ്ഞപ്പോൾ അവർ CBSE ആയിരുന്നു, അപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഫിസിക്സ് എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പറിലേക്ക് നമ്മുടെ 14 ചാപ്റ്ററും അവിടെ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത പോലെ കണ്ടോ, ഇത് ഞാൻ മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ചെയ്തതാണ്. 14 ചാപ്റ്റർ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്നാണ് തുടങ്ങുക. അതായത് ആ ഒരു കൈനറ്റിക് തിയറി, അതേപോലെ വേവ്സ്, ഓസിലേഷൻസ്, അങ്ങനെ ആ ഒരു 3rd ടേമിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ അത്യാവശ്യം അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കൂടുതലും ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനൊക്കെ ആ ഒരു ആദ്യത്തെ ചാപ്റ്ററുകളായിരിക്കും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്ന് പഠിക്കാൻ തുടങ്ങുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അധികം പഠിക്കാത്തൊരു ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഒരു 1 ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ് കാണുക. ഇപ്പോൾ കുറേ ഡ്യൂറേഷൻ്റെ കാണണമെന്നില്ല, പെട്ടെന്നുള്ളത് കണ്ടാലും മതി. എന്നിട്ട് അതിൻ്റെ നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് വായിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. തിയറി പോയിൻറ്റ്സ് ഒക്കെ നോക്കി വയ്ക്കുക. ഇപ്പോൾ നോട്ട്സ് കയ്യിലില്ലാത്തവർക്ക് HSS ലൈവ് റെഫർ ചെയ്യാവുന്നതാണ്. അതിൽ ഡീറ്റെയിൽ നോട്ട്സും ഷോർട്ട് നോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാവുന്നതാണ്. എന്നിട്ട് അങ്ങനെ ആ നോട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി നോക്കാനോ പഠിക്കാനൊക്കെ ശ്രമിക്കുക. അതേപോലെ എന്നിട്ട് ചെയ്യേണ്ടത് അതിന് ന്യൂമറിക്കൽസും PYQ ഒക്കെ നമുക്ക് HSS ലൈവോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഒരു ചാപ്റ്ററിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു 14 ചാപ്റ്ററിനെയും അപ്രോച്ച് ചെയ്താൽ അത്യാവശ്യം നമ്മൾ കണ്ടൻറ്റ് സെറ്റാവും. നമ്മൾ അത്ര കുറേ ഡീപ്പായിട്ടൊന്നും നോക്കാനുള്ള സമയമില്ല. പെട്ടെന്നൊരു 2-3 ദിവസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും ഇതേപോലെ ഒന്ന് കടന്നു പോയതിന് ശേഷം പിന്നെ ഓരോ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ്, മാരത്തോണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ്, അങ്ങനത്തെ ലൈവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ റിസോഴ്സസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും പെട്ടെന്ന് ക്വിക്ക് റിവേഴ്സ് ചെയ്ത പോലെയാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മെയിനായിട്ട്
3 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഡെറിവേഷൻസ്, രണ്ടാമത്തെ ന്യൂമറിക്കൽസ്, മൂന്നാമത്തെ തിയറി. അപ്പോൾ ഇവിടെ ഞാൻ മോഡലിന് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അപ്പോൾ അതിന് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബേസിലേക്ക് ഇരുത്തിക്കൊണ്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ അബദ്ധങ്ങളാണ് പറ്റിയത്, അതേപോലെ നമ്മളപ്പോൾ ഏതൊക്കെ പാഠങ്ങളാണ് സ്കിപ്പ് ചെയ്തത്, അതൊക്കെ ആ ഒരു ബേസിസിലേക്ക് ഒന്ന് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ കൂടുതലും നമുക്ക് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ന്യൂമറിക്കൽസ് ഒന്നും അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഡെറിവേഷൻസും അത്യാവശ്യം ചോദിച്ചിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ്. മീൻസ് അങ്ങനെ കുറേ ഓവറൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ ആ ഒരു റേഞ്ചിൽ ഡെറിവേഷൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെയിറ്റേജിന് അവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ലോസ് ഓഫ് മോഷനാണ്. ഏകദേശം 10 മാർക്കിനാണ് ലോസ് ഓഫ് മോഷനിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് 9 മാർക്കിന്. പിന്നെ വന്നിരിക്കുന്നത് മോഷനിന് പ്ലെയിനാണ് 8 മാർക്കിന്. അടുത്തത് ഗ്രാവിറ്റേഷൻ 8 മാർക്കിന് തന്നെയാണ്. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠങ്ങൾക്കാണ് ഹൈ വെയിറ്റേജ് ഉള്ളത്. അതേപോലെ വർക്ക് എനർജി പവറിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കിനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വേവ്സ്, ഓസിലേഷൻസ് അതൊക്കെ 4 മാർക്കിനാണ്. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ 3 മാർക്കിന്. അങ്ങനെയാണ് വെയിറ്റേജിൻ്റെ ഒരു ഘടപ്പ് എന്ന് പറയുന്നത്. ഇതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇപ്രാവശ്യം 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലായ്പ്പോഴും അത്ര മാർക്കിനൊന്നും പ്രതീക്ഷിക്കേണ്ട, ചിലപ്പോൾ അത് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എങ്ങനെ മോഡലിനെ റിലേ ചെയ്ത് പോകണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ +2ൻ്റെ മാത്സൊക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ കണ്ടിരുന്നു. അത്യാവശ്യം നല്ല ടഫാണെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അപ്പോൾ അവർക്ക് മോഡൽ നല്ല സിമ്പിളാക്കിയിരുന്നു. പക്ഷേ പബ്ലിക് വന്നപ്പോൾ നേരെ ഉൾട്ടിയായി. അപ്പോൾ നമ്മൾ മോഡലിനെ റിലേ ചെയ്ത് പോകണമെന്നൊക്കെ ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടഫ് പേപ്പർ പ്രതീക്ഷിച്ച് പോവുക. അപ്പോൾ നമുക്ക് സിമ്പിളായാലും നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ എഴുതാനും പറ്റുമല്ലോ. ഓക്കെ, പിന്നെ ഡെറിവേഷൻസ് ഫിസിക്സിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഡെറിവേഷൻസ്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫൈനൽ ഇക്വേഷൻ ഒരു ബോക്സിലേക്ക് ഇട്ട് വയ്ക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ തന്നെ കൺസിഡർ എ സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാൻ നോക്കുക. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡെറിവേഷൻ തീരെ അറിയില്ല വിചാരിക്കുക, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും അതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് എഴുതി വയ്ക്കുക. പിന്നെ അതിൻ്റെ ഡയഗ്രാമൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക. പിന്നെ ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല മെത്തേഡിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു മെത്തേഡിലായിരിക്കും, അതേപോലെ ലൈവ് ക്ലാസ്സസ് വേറെ മെത്തേഡിലായിരിക്കും. ഇപ്പോൾ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സസ് കാണുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ഡിറൈവ് ചെയ്ത് വിചാരിച്ച് നമ്മൾ ആദ്യം മുതലേ പഠിച്ച ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് പുതിയതിക്ക് കടക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ പിന്നെ രണ്ടും കൂടി കൊളായി ലാസ്റ്റ് രണ്ടും കൂടി മറന്നു പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത് അതുതന്നെ നോക്കുക. ഇപ്പോൾ എൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ നോട്ട്സ് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഞാൻ തിയറിയും ഡെറിവേഷൻസൊക്കെ നോട്ട്സിൽ നോക്കിയിട്ട് തന്നെയാണ് പഠിക്കാറ്. പിന്നെ ലൈവ് ഞാൻ എൻ്റെ കേസിൽ എക്സാമിനറാണ് ഞാൻ പണ്ട് മുതലേ കാണാറുള്ളത്. എക്സാമിനർ അലക്സ് സാർ അറിയാലോ. അപ്പോൾ എക്സാമിനറിൻ്റെ ക്ലാസ്സസാണ് ഞാൻ ഫിസിക്സിന് വേണ്ടി ഉപയോഗിക്കാറ്. ബയോളജിയുടെ എക്സാം റിവ്യൂ ഇട്ട സമയത്ത് അതിനിടയിൽ ഞാൻ അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷഹീദ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫിസിക്സിനെ സംബന്ധിച്ച്. അപ്പോൾ അതിന് ആൻസർ ചെയ്യാൻ നോക്കാം. ഫിസിക്സ് എല്ലാ ചാപ്റ്ററും എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ഫിസിക്സൊക്കെ ഡെറിവേഷൻസൊക്കെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും മറക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പരീക്ഷയോട് അനുബന്ധിച്ചുള്ള ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും അത് റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 ദിവസം അത്യാവശ്യം ഒരു ചാപ്റ്റർ ഇൻഡിവിജ്വലായിട്ടൊരു ചാപ്റ്ററിന് നമുക്ക് കൊടുക്കുക, ടൈം കൊടുക്കുക. എന്നിട്ട് അങ്ങനെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഈ ഒരു മാരത്തോണോ അങ്ങനെയൊക്കെ നോക്കുക.
എന്നിട്ട് നമുക്കിങ്ങനെ വിട്ടുപോകുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പിന്നെ എന്തൊക്കെയാണ് A+ ഓർ ഫുൾ മാർക്സ് കിട്ടാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 14 ചാപ്റ്റർ ഉണ്ടല്ലോ. ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ 9 ചാപ്റ്റർ ഉള്ളൂ. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെയിറ്റേജ് കുറവുള്ള 1-2 ചാപ്റ്ററൊക്കെ സ്കിപ്പ് ചെയ്താലും നമുക്കങ്ങനെ മാർക്കിന് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം വരില്ല. പക്ഷേ ഇപ്പോൾ ഫുൾ മാർക്കൊക്കെ എയിം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ പരമാവധി ആ സ്കിപ്പിങ്ങിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. കാരണം ഇപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ടഫ് വന്നു, പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തൊരു ചാപ്റ്ററിന് സിമ്പിളും വന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സിമ്പിൾ ചാപ്റ്ററത്തെ അറിയുമെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണല്ലോ. അപ്പോൾ പരമാവധി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാക്കാൻ നോക്കുക. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു വെയിറ്റേജിന് കൂടുതലുള്ളതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ അത് മണ്ടത്തരമാണ്. കാരണം ഇപ്പോൾ 2 മാർക്ക് വെയിറ്റേജൊക്കെയാണ് നമുക്ക് KTGക്ക് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡീപ്പായി പഠിച്ച് ഇപ്പോൾ ഫ്ലൂയിഡ്സ് കുറച്ച് ലാസ്റ്റ് സമയം കൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയാൽ അങ്ങനെ അത് ഒരു മണ്ടത്തരമാണ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ചാപ്റ്ററൊക്കെ ഒന്ന് നോക്കി പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെ 1 വീക്ക് യൂസ്ഫുൾ ആക്കാം വിത്ത് മാത്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്സിൻ്റെ കാര്യം ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ടൈമിൽ നോക്കണില്ല. ഇപ്പോൾ അഥവാ എല്ലാ ചാപ്റ്ററൊക്കെ നോക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ മാത്സ് നോക്കും. പക്ഷെ അത് എന്തായാലും അത്ര ഒന്നും നോക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ മാത്സിനെ പറ്റിയിട്ട് ആ ടൈമിൽ പ്രത്യേക ഒരു വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷേ മാത്സൊക്കെ എനിക്ക് അത്യാവശ്യം വീക്ക് തന്നെയാണ്. പക്ഷേ ഫിസിക്സ് നോക്കിയില്ലെങ്കിൽ പിന്നെ രണ്ടും ഇല്ലാണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫിസിക്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രോയ്ക്ക് മോഡലിൽ എത്ര മാർക്കുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മോഡൽ എക്സാമിൽ 52 മാർക്കാണ്. അപ്പോൾ മാർക്ക് പോകാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, ഞാൻ മോഡലിൻ്റെ ടൈമിൽ ഏകദേശം 4 ചാപ്റ്ററോളം സ്കിപ്പാക്കിയിട്ടാണ് പോയത്. വേവ്സ്, ഓസിലേഷൻസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതേപോലെ തെർമോഡൈനാമിക്സ്, ഇത് 4 സ്കിപ്പ് ചെയ്തിട്ടാണ് പോയത്. അതേപോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അത്യാവശ്യം കുറച്ചേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും പിന്നെ അശ്രദ്ധക്കുറവുകളൊക്കെ കണ്ടാണ് മാർക്ക് പോയത്. അപ്പോൾ അതൊക്കെ നമ്മൾ പബ്ലിക് എക്സാമിന് തിരിച്ച് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ഫിസിക്സ് എനിക്ക് അങ്ങനെ ബയോളജിനെ പോലെ കോൺഫിഡൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനും അങ്ങനെ ഫിസിക്സിൽ പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാനും ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അതേപോലെ ഈ കണ്ടൻറ്റൊക്കെ യൂസ്ഫുൾ ആണ് തോന്നുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.